നവീൻ? നവീൻ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. ലൗഡ് സ്പീക്കറിലിട്. ഇട്. ആ നവീൻ, കേക്കാവോ? ആ കേക്കാം മാഡം. മാഡം വീട്ടിലല്ലേ? അതെ. ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചത്. എന്തിന്? ഗാഥയെ പോലെ ബുദ്ധിമതിയായ ഒരു മകളെ എനിക്ക് തന്നേന്. മാഡം, കളരിക്കൽ ഗ്രൂപ്പ് ഈ സർക്കാരിന്റെ വലിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ പോവാ. ആണോ നവീൻ? അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണല്ലോ. ഗ്രേറ്റ് ന്യൂസ് ആണ്. പക്ഷേ ആ ഗ്രേറ്റ്നെസ് ഗാഥയ്ക്കുള്ളതാ, മാഡത്തിന്റെ മകൾക്ക്. എനിക്ക് മനസ്സിലായില്ല. മാഡത്തിന്റെ വീട്ടിൽ വളർന്ന ഒരാള് ഒരു ബിസിനസ് ഐഡിയ പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഗാഥ എന്നോട് പറഞ്ഞ ബിസിനസ് ഐഡിയ ആക്ച്വലി സർപ്രൈസിംഗ്. എന്ത് ബിസിനസിനെ കുറിച്ചാ നവീൻ പറയുന്നേ? മാഡം, മുമ്പൊരു ദിവസം എന്റെ ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ ഞാൻ ഗാഥയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഗാഥയുടെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും ഐഡിയ സജസ്റ്റ് ചെയ്യാനുണ്ടോന്ന്. ഗാഥ ഒരു ഐഡിയ പറയുകയും ചെയ്തു. നമ്മുടെ നാട്ടില് ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധജനങ്ങൾക്ക് വേണ്ടി കുറെ സ്നേഹഭവനങ്ങൾ. സംസാരിച്ചു തുടങ്ങിയപ്പോ അയാളത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞ എന്റെ എല്ലാ കൺസെപ്റ്റുകൾക്കും പുറത്തായിരുന്നു അവരുടെ എക്സ്പ്ലനേഷൻ. എന്റെ പ്രോപ്പർട്ടിയിൽ ഞാൻ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്പം ഹൗസിംഗ് ബോർഡിലേക്ക് ഒരു ആപ്ലിക്കേഷനും അയച്ചു. ഗാഥ പറഞ്ഞു തന്ന അതേ ഐഡിയാസ് ഇപ്പോ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് മാത്രം. മിനിസ്റ്ററുടെയും ഹൗസിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തില് സ്നേഹഭവനത്തിന്റെ ഐഡിയ പ്രസന്റ് ചെയ്യുന്നത് ഗാഥ തന്നെയാണ്. മേഡം എന്തൊന്നും പറയാത്തത്? മകളെ കുറിച്ച് ഇത്രയും വലിയൊരു വാർത്ത കേട്ടിട്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അല്ല, എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ.